ഇന്ന് ഞായറാഴ്ച അവധിയായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബോറടി. ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി. പക്ഷെ അത് നടത്തി കിട്ടാനാണ് പാട്. അമ്മിയെ ചാട്ടക്കേറ്റി അത്തച്ചൂടി കാര്യം അവതരിപ്പിച്ചേ. ഈ മഴയത്തോ വേറെ പണിയൊന്നുമില്ല പിള്ളേരെ. ലാസ്റ്റ് ഒരു വെത്തിപ്പാറിന് സമ്മതിപ്പിച്ചു. എന്താ കാര്യമെന്നറിയണ്ടേ? പാർക്ക് വരെ ഒന്ന് പോകാം, അത്രേ ഉള്ളൂ. പോകുന്നതിനിടയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ചില്ലറ വേണമായിരുന്നു. അപ്പോൾ ഒരു 500 രൂപയുടെ ചേഞ്ച് മാറാൻ വേണ്ടി ആനക്കുട്ടിനെ വിളിച്ച് കടയിൽ കയറി കേട്ടോ. അങ്ങനെ കടയിൽ കയറിയിട്ട് ഇറങ്ങി ഓടി വരുന്ന സീനാണ് ഈ കാണുന്നത്. പാർക്കിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ആനച്ചേട്ടൻ നിൽക്കുന്നു. ആദ്യം ഞാനൊന്ന് ഭയന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു പേടിയില്ലാതെ അതിൻ്റെ കൊമ്പി പിടിക്കുന്നു, വാലി പിടിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലേ മനസ്സിലായത് അത് ആനച്ചേട്ടൻ്റെ പ്രതിമയാണെന്ന്. അങ്ങനെ ഞാനും ആനയുടെ കൊമ്പിൽ പിടിച്ച് ഒന്ന് പോസ് ചെയ്തു. അങ്ങനെ കല്ല് പതിച്ച വഴികളിലൂടെ നടക്കുമ്പോൾ ആളുകളെ ഏറെ ആകർഷിക്കുന്ന ഒരു മീൻകുളമുണ്ട് പാർക്കിന്റെ നടുക്ക്. പല കളറിലും പല വലുപ്പത്തിലും ഒക്കെ ഒരുപാട് മീനുകളുണ്ട് ഈ കുളത്തിൽ. ഇതിന് ചുറ്റിനും ധാരാളം ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും. സാധാരണ അങ്ങനെയാണ് ഈ പതിവ്. പക്ഷെ ഇന്ന് ഈ പാർക്കിൽ തീരെ തിരക്കില്ല. എന്താ സംഭവിച്ചെന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ചുറ്റിനും കൂടി നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വളരെ കുറവ്. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാർക്കിന്റെ അതിന് ചുറ്റിനും കൂടെ നിൽക്കുന്ന ആളുകൾ ഈ മീൻകുളത്തിലേക്ക് കുറേ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പം എല്ലാ മീനുകളും കൂടി ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുന്ന കാഴ്ച കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പക്ഷെ ഇപ്പം തീറ്റയൊന്നും ഇട്ട് കൊടുക്കാൻ കയ്യിലിരിപ്പില്ല. അതുകൊണ്ട് മീനിനെ പൊക്കി വരുന്ന കാഴ്ചയൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്ലൈഡിലൊന്നും കയറാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. സാധാരണ വരുമ്പം എപ്പോഴും ഓരോ സൈഡിലും കയറണമെങ്കിൽ ഓരോരുത്തരുടെ ബാക്കിൽ ഇങ്ങനെ ക്യൂ നിന്ന് വേണം കയറാൻ. അതുപോലെ ഊഞ്ഞാലിലാണെങ്കിലും ഏതിലാണെങ്കിലും കയറണമെങ്കിൽ ഒരു ക്യൂവിൽ നിൽക്കണം. അത്രയ്ക്ക് ആളായിരിക്കും. അങ്ങനെ ഇന്ന് സ്വസ്ഥമായിട്ട് എല്ലാത്തിലും ഓടിച്ചാടി നടന്ന് കയറി അടിച്ചു പൊളിച്ചു. ആറിൻ്റെ തീരത്താണ് കേട്ടോ ഈ പാർക്ക്. സന്ധ്യ സമയത്ത് അതിൻ്റെ വ്യൂ അതിമനോഹരമാണ്. മഴ ആയതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ ആറ്റില്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അനുക്കുട്ടൻ വിളിച്ച് ഓടി വന്ന് പറയുന്നത്, അമ്മീ ദേ അവിടെ വലിയൊരു പാമ്പെന്ന്. ആ പാമ്പ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടിയും അങ്ങോട്ടേക്ക് പോയി. അമ്മി എന്നെ ആ പാമ്പിന്റെ അടുത്ത് കൊണ്ടുപോയി. ഇത് അനക്കോണ്ട പാമ്പാണെന്നും വണ്ടിയുടെ ടയറിൽ പെയിന്റ് ചെയ്ത് പാമ്പിന്റെ മോഡൽ ഉണ്ടാക്കിയ ഒരു പാമ്പിന്റെ രൂപം മാത്രമാണതെന്നും ഇതിനെ കണ്ട് പേടിക്കണ്ടെന്ന് അമ്മി പറഞ്ഞു തന്നു. പിന്നെ ഇതിന് ചുറ്റിനും കുറെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പോസ്റ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കണ്ടാൽ. അതായത് നമ്മൾ ബുക്കിലൊക്കെ ഒരു പോസ്റ്റർ വരയ്ക്കുമല്ലോ പേപ്പറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു പോസ്റ്റർ. വലിയവരും കുട്ടികളും ഒരുപോലെയും കളിസ്ഥലമായും എൻജോയ് ചെയ്യുന്ന ഈ പാർക്കിൽ എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പാർക്ക്. ഇനി ഈ പാർക്കിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. എന്താണ് സംഭവം എന്നറിയാവോ? ജിമ്മ്. ഇതിൽ മുതിർന്നവരും കുട്ടികളും കയറാറുണ്ട്. ഈ ജിമ്മിൽ കയറാനായിട്ട് മാത്രം മുതിർന്നവർ വരുന്നവരും ഉണ്ട് കേട്ടോ. ആറിനോട് ചേർന്നാണ് ജിമ്മിൻ്റെ റൈഡുകൾ ഉള്ളത്. ധാരാളം വലുതും ചെറുതുമായ മരങ്ങളും ചെടികളും തെങ്ങും എല്ലാം ഇവിടെ കാണാം. അങ്ങനെ മരങ്ങളിലും തെങ്ങിലും ഒക്കെ ലൈറ്റിങ് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നേരെ സന്ധ്യയാകാറായി. പക്ഷികൾ കൂട് കയറാനായി പോകുന്ന ദൃശ്യവും അതിൻ്റെ കവിതാശബ്ദവും അതിമനോഹരമായ കാഴ്ചയായിരുന്നു. പിന്നെ ഇവിടെ ഒരു കുളം, വറ്റിവരണ്ട ഒരു കുളമുണ്ട് കേട്ടോ. ഈ വറ്റിവരണ്ട കുളത്തിൽ വെള്ളം നേരത്തെ കുളമായിരുന്നെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. അതിൻ്റെ കൂടെ ഓടയും ചാലും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കൊക്കുകളും മുയലും പട്ടിക്കുട്ടിയും ഒക്കെ ഇങ്ങനെ പ്രതിമകൾ നിൽപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടുത്തെ കാര്യം കണ്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ സന്ധ്യയാകാറായി കേട്ടോ. ഈ പാർക്കും അതിൻ്റെ ചുറ്റുമുള്ള വളരെ ക്ലീൻ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്.
അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടുകൾ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ലാസ്റ്റ്